ഇതായിരുന്നു ആഗ്രഹം ആവാൻ. മെഡിക്കൽ എൻട്രൻസ് പഠിച്ചിട്ട് പീഡിയാട്രീഷ്യൻ കുട്ടികളെ നോക്കുന്ന ഡോക്ടർ മതിയെന്ന് പറഞ്ഞു. ഇളയ മോള് നീതു 17 വയസ്സ്. എത്ര കഷ്ടപ്പെട്ടായാലും അമ്മയെ പോലീസ് ആവും, ഞാൻ IPS എടുത്ത് നേടുമെന്ന് പറഞ്ഞ് പോയതാണ്. ഇതാണ് എൻ്റെ പൊന്നു മക്കൾ. ഒരു ദിവസത്തിൻ്റെ വ്യത്യാസത്തിൽ രണ്ടുപേരും ഞങ്ങളെ വിട്ടുപോയി. അത് ഇതെല്ലാം അവർ പഠിച്ച പുസ്തകങ്ങളാണ്. ഇപ്പോഴും പിന്നെ നീറ്റിന് വരെ അപ്ലൈ ചെയ്ത പിന്നെ അപേക്ഷകളും എല്ലാം ഇതിനകത്ത് ഇപ്പോഴും ഇരിക്കുന്നത്. അച്ഛനും അമ്മയും ജീവിച്ചിരിക്കുമ്പോൾ ആ മക്കൾക്ക് ഞങ്ങൾ കർമ്മം ചെയ്യേണ്ട ഒരു ഗതികേട് വന്നിരിക്കുകയാണ്. ഞങ്ങൾക്ക് മകനെ തിരിച്ചു തന്നതിൽ തീരാത്ത കടപ്പുണ്ട്. ഒരിക്കലും ഞങ്ങൾ മരിച്ചാൽ പോലും ഞങ്ങൾ മറക്കത്തില്ല. അന്ന് ഈ 2 കുഞ്ഞുങ്ങൾ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്ന സമയത്ത് MLA സാർ അറിഞ്ഞെങ്കിൽ ആ കുഞ്ഞുങ്ങളെ 2 പേരും നഷ്ടപ്പെടത്തില്ലായിരുന്നു. എൻ്റെ കുഞ്ഞുങ്ങൾ ഈ കോളനിക്കകത്ത് ഒരു മാതൃകയായി വളർന്നതാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ സ്മാരകം പണിഞ്ഞത്. അടുത്ത ജന്മം വന്നാലും നമ്മളെ മക്കളായിട്ട് തന്നെ വരണേ എന്നുള്ളൊരു പ്രാർത്ഥനയുണ്ട്. നമസ്കാരം. മാതാപിതാക്കൾ ജീവിച്ചിരിക്കെ മക്കൾ നഷ്ടപ്പെടുക എന്നുള്ളത് ഏറ്റവും വലിയൊരു ദുഃഖമാണ്. എന്നോടൊപ്പം ഉള്ളത് ശ്രീജ ചേച്ചിയും അതുപോലെ തന്നെ മുരളി ചേട്ടനും. സ്ഥലം എന്ന് പറയുന്നത് കൊല്ലം ജില്ലയിലെ കണ്ണനല്ലൂരാണ്. ഈ അച്ഛനും അമ്മയ്ക്കും 3 മക്കളായിരുന്നു, 2 പെൺകുട്ടിയും 1 മോനും. 8 മാസങ്ങൾക്ക് മുമ്പ് ഇവരെ കുടുംബത്തെ ആകെ ഉലച്ചുകൊണ്ട് മഞ്ഞപ്പിത്തം എന്ന രോഗം ഇവർക്കെല്ലാം പിടിവിട്ടു. ആദ്യം ഈ മകനാണ് വരുന്നത്, പിന്നീട് ഈ 2 മക്കൾക്കും. ദിവസങ്ങളുടെ വ്യത്യാസത്തിൽ ഈ 2 പെൺമക്കളും ഇവരെ വിട്ടുപോയി. പിന്നീടുള്ളത് മകനാണ്. മകൻ ആശുപത്രിയിൽ ഗുരുതരമായ അവസ്ഥയിലായിരുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുമ്പോഴാണ് നമ്മുടെ കുണ്ടറ MLA PC വിഷ്ണുനാഥ് ഈ സംഭവം അറിയുകയും ഇവരുടെ അടുത്തേക്ക് എത്തുകയും ആ കുഞ്ഞിൻ്റെ ജീവൻ മറ്റൊരു ഹോസ്പിറ്റലിൽ എത്തിച്ച് രക്ഷപ്പെടുത്തുകയും ചെയ്യുന്നത്. നമുക്ക് ഈ ഒരു സംഭവത്തെക്കുറിച്ച് ഇവരോടൊന്ന് ചോദിച്ചറിയാം. സംഭവം എന്ന് പറഞ്ഞാൽ എനിക്ക് 3 മക്കളായിരുന്നു. മൂത്ത 2 പെൺകുട്ടികൾ, ഇളയൊരു മോൻ. അതിൽ 3 പേർ. മോനാണ് ആദ്യം മഞ്ഞപ്പിത്തം വന്നത്. അതിനുശേഷമാണ് ഈ പെൺകുട്ടികൾക്ക് വന്നത്. മോന് വന്ന് 10-28 ദിവസം കഴിഞ്ഞാണ് പെൺമക്കൾ വന്നത്. അവർ മോനന്നേരം പിന്നെ ആശ്രാമത്തിന് നേരെ അവിടുന്ന് റെഫർ ചെയ്ത് നേരെ SIT വിട്ട് SITയിൽ 10-22 ദിവസം കിടന്ന് അപ്പോഴത്തേക്കാണ് മറ്റേ കുട്ടികൾക്കായത്. അവരെ അതുപോലെ ആശ്രാമത്ത് അഡ്മിറ്റ് ചെയ്ത് അവിടുന്ന് നേരെ അവരെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്ന് ഹോസ്പിറ്റലിൻ്റെ അനാവസ്ഥ കൊണ്ട് തന്നെ എൻ്റെ മക്കൾക്ക് അങ്ങനെ സംഭവിച്ചത്. അത് ഞാൻ എവിടെ വേണമെങ്കിലും പറയും. ചെന്നപ്പോഴേ പറഞ്ഞ് ICUയിൽ ബെഡില്ല. സിസ്റ്റർമാർ പിള്ളേരെയൊക്കെ നമ്മൾ വിളിക്കുന്നു, മോളെ നോക്ക് ചെയ്യും, മരുന്ന് കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് അവർ ഇല്ല, എല്ലാവരെയും നോക്കിയതിന് ശേഷമേ മാത്രമേ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അമ്മ സമാധാനപ്പെടുന്നു പറഞ്ഞ് ഞങ്ങൾ അച്ഛനെ അമ്മേനെ സമാധാനപ്പെടുത്തുന്നു. പിന്നെ മൂത്ത മകള് പിറ്റേന്ന് തല ഇറങ്ങി വീണ് വായിക്കൂടെ ബ്ലഡ് വന്നതിന് ശേഷമാണ് അവർ ICUയിൽ വിട്ട് മാറ്റിയത്. അതുവരെ ഛർദിച്ച് 19-17 ഒരു ദിവസത്തെ മെയ് 16 മൂത്ത മകള് 19 വയസ്സുള്ള മീനാക്ഷി മരിക്കുന്നു. 18 17 വയസ്സുള്ള മോള് നീതു മരിക്കുന്നു. ഒരു ദിവസത്തിൻ്റെ വ്യത്യാസത്തിൽ. അതായത് മോള് തല ഇറങ്ങി വീണ് പിന്നെ വായിക്കുള്ള ബ്ലഡ് വന്നതിന് ശേഷമാണ് അവർ പറഞ്ഞാൽ ICUയിൽ ഇട്ട് മാറ്റിയത്. അതിന് ശേഷം അവർ ഒരു ചികിത്സയും നൽകിയില്ല. മൂത്ത കുട്ടി മരണത്തോട് മല്ലടിക്കുന്നത് കണ്ടുകൊണ്ട് ഇളയ കുട്ടിയെയും കൂടെ അവർ പെട്ടെന്ന് ആ കുട്ടിക്കും അങ്ങനെ വരുമെന്നും പറഞ്ഞ് അന്നേരം അവർ അത് കണ്ടതുകൊണ്ട് അവരും ഇളയ കുഞ്ഞിനെ ICUയിലോട്ട് കയറ്റി. അത് കഴിഞ്ഞിട്ട് ആ കുട്ടി മരണപ്പെട്ടെന്ന് അറിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മോനും കൂടെ നഷ്ടപ്പെടുമെന്ന് അറിഞ്ഞപ്പം PC വിഷ്ണുനാഥ് MLA സാറ് ദൈവത്തിനെ പോലെ അദ്ദേഹം നമ്മളടുത്തുനിന്ന് എത്രയും പെട്ടെന്ന് കുഞ്ഞിനെ ഈ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിലോട്ടാക്കി. അവിടുന്ന് തന്നെ പറഞ്ഞ് പെട്ടെന്ന് കിംസ് ഹോസ്പിറ്റലിലോട്ട് തന്നെ മാറ്റണം, കുഞ്ഞിനെ കരൾ മാറ്റി വയ്ക്കാൻ പറ്റുമെങ്കിൽ അത് തന്നെ ചെയ്യണം, അത് എത്രയും പെട്ടെന്ന് അവിടുന്ന് മാറ്റണമെന്ന് പറഞ്ഞ് സാറ് നമുക്ക് കിംസിലോട്ട് മാറ്റി. സാർ ദൈവത്തിൻ്റെ ഒരിക്കലും പറഞ്ഞാൽ തീരാത്ത ഒരു കടപ്പാട് ഉണ്ട് നമുക്ക് സാറിനോട്. ആ കുട്ടിയെങ്കിലും നമുക്ക് തിരിച്ച് സാർ തന്നു. അതിന് സാറിനോട് തീരാത്ത ഒരു കടപ്പാടുണ്ട് ഞങ്ങൾക്ക്. അദ്ദേഹത്തിൻ്റെ കഴിവ് കൊണ്ടാണ്, അല്ലെങ്കിൽ ആ മകനെ നഷ്ടപ്പെട്ടു. ആ മകനെ എനിക്ക് തിരിച്ച് തന്നത് 100 കോടി പുണ്യം. കാരണം ബഹുമാനപ്പെട്ട സാറെന്ന് പറഞ്ഞാൽ ആ സമയത്തൊക്കെ എന്നെ വിളിച്ച് പറഞ്ഞാലും ആ സമയത്ത് ആരുപോലും സഹായിക്കാത്ത രീതിയിലാണ് അദ്ദേഹം സഹായിച്ചത്. അതായത് കുഞ്ഞുങ്ങളെ സംസ്കരിച്ച വീട്ടിനകത്ത് നമുക്ക് നിൽക്കാൻ പറ്റാത്തൊരു വിഷമം. കാരണം വലിയ കുഞ്ഞുങ്ങളാണ്, 19-17 വയസ്സുള്ള ഒരു കുഞ്ഞുങ്ങളാണ്. ആ കുഞ്ഞുങ്ങൾ ജീവിച്ചൊരു വീടാണ്. അപ്പോൾ ആ വീട്ടിനകത്ത് ഞങ്ങൾക്ക് മാതാപിതാക്കളായി ഞങ്ങൾക്ക് ഒരു മിനിറ്റ് പോലും ആ വീട്ടിൻ്റെ മുറ്റത്ത് നിൽക്കാനുള്ളൊരു മനസ്സില്ല. അതുകൊണ്ട് ഞങ്ങളൊരു കട വാടകയ്ക്ക് എടുത്ത് ഇപ്പോൾ ആകെ ഉള്ളൊരു മോനും ചേട്ടനും ആയിട്ട് താമസിക്കുന്നത്. ഇരിക്കുന്ന കംപ്ലീറ്റ് അവരുടെ പുസ്തകങ്ങളാണ്. അപ്പോൾ ഇത് ഇനി നമ്മളെ പ്രതീക്ഷയെന്ന് പറഞ്ഞാൽ അവർക്ക് ഹോസ്പിറ്റലിൻ്റെ അനാവസ്ഥ കൊണ്ട് അവരെ കിട്ടിയില്ല, അവർ മരണപ്പെട്ടു. ഇനി അതിൽ നിന്ന് കിട്ടുന്നവർ കണ്ട് കിടപ്പാടം മാത്രം അവർക്കതായ ഒരു മുറി,
മുറി കെട്ടിയിട്ട് ഈ പുസ്തകങ്ങളും കാര്യങ്ങളും എല്ലാം അവിടെ ഞങ്ങളെ കാലം കഴിഞ്ഞു പോയാലും അത് സൂക്ഷിക്കണം എന്നുള്ള ഒരൊറ്റ ആഗ്രഹത്തിനാണ് വീട് വേണമെന്ന് പറയുന്നത്. ഞങ്ങൾക്ക് കിടക്കാനോ, ഞങ്ങൾക്ക് ചുരുണ്ടുകൂടി അച്ഛനും അമ്മയ്ക്കും ചുരുണ്ടുകൂടി കിടക്കാനല്ല ഞങ്ങൾ കിടപ്പാടം ചോദിക്കുന്ന ഈ മക്കൾക്ക് 3 പേർക്കും വേണ്ടിയിട്ട്